കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമം സംഘപരിവാർ കൈക്കലാക്കുന്നത് തടഞ്ഞ സ്വാമി രാമാനന്ദ ഭാരതിയെ ആക്രമിച്ച കേസിൽ മഠാധിപതിയുടെ മൊഴി രേഖപ്പെടുത്തി. ആരോപണ വിധേയനായ അന്തേവാസികളെ പോലീസ് ചോദ്യം ചെയ്തു. ഭൂമിക്ക് പുറമെ വെള്ളിയും സ്വർണവും രത്നമാലകളും ആനക്കൊമ്പ് വരെ മഠത്തിന്റെ സ്വത്തിൽ ഉൾപ്പെടുമെന്ന് ആക്രമണത്തിനിരയായി സ്വാമി രാമാനന്ദ ഭാരതി വെളിപ്പെടുത്തി. 250 കിലോയോളം വരും. ഉദ്ദേശം 250 കിലോ തൂക്കി നോക്കിട്ട് പിന്നെ ഒരു 5 കിലോ സ്വർണം വരും. ഉദ്ദേശമാണ് തൂക്കി നോക്കിയിട്ടില്ല. രത്നമാലയുണ്ട്, വലംപിരി ശംഖ് 3 എണ്ണം ഉണ്ട്. അത് 2 എണ്ണം, 1 സ്വർണം കിട്ടിയതും 2 എണ്ണം സ്വർണം പൊതിഞ്ഞ് നവരത്നങ്ങളൊക്കെ പതിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ത്രിശങ്കുണ്ട്, അതും സ്വർണം പൊതിഞ്ഞതാണ് 2 സൈഡ്. പിന്നെ ആനക്കൊമ്പുണ്ട്, ഇതെല്ലാം പട്ടയുള്ളതാണ്. ഇതെല്ലാം കണ്ണുവെച്ചുകൊണ്ടും കോടിക്കണക്കിന് രൂപ ബാങ്കിലുണ്ട്. 250 കിലോ വെള്ളി, 5 കിലോ സ്വർണം, രത്നം പതിച്ച മാലകൾ, സ്വർണം കെട്ടിയ വലംപിരി ശംഖ്, ആനക്കൊമ്പ്, ബാങ്ക് നിക്ഷേപങ്ങളും താളിയോല ഗ്രന്ഥങ്ങൾ വരെ കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമത്തിന്റെ നിലവറകളിലുണ്ട്. 300 ഏക്കറോളം ഭൂമിയും 1/2 കോടിയോളം കാർഷിക വരുമാനം കൂടിയാകുമ്പോൾ മന്ത്രി ഗണേഷ് കുമാറിന്റെ വാക്കുകൾ കടമെടുത്താൽ ഭൂമാഫിയും സംഘപരിവാറും മഠം സ്വന്തമാക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഭാരതീയപുരത്ത് ഇപ്പോൾ ഒരു 1000 മരത്തോളം ഉണ്ട് ലേലം ചെയ്യാനായിട്ട്. അതിൻ്റെ പൈസ മേടിക്കാൻ ഈ മഠാധിപതിക്ക് നല്ല ബോധത്തിലല്ലല്ലോ. 90 വയസ്സായി, അസുഖം കൊണ്ടും മാനസികമായിട്ടുമൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയൊന്നുമില്ല. ആരും കാണാൻ അനുവദിക്കുന്നില്ല. ചിലരുടെ തടങ്കലിലാണ് മഠാധിപതി. അത് നിങ്ങൾക്ക് ആർക്കും എന്നാലും ബോധ്യപ്പെടാം. അതേസമയം കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം മഠാധിപതിയുടെ മൊഴി രേഖപ്പെടുത്തി. ആരോപണ വിധേയരായ അന്തേവാസികളെ പോലീസ് ചോദ്യം ചെയ്തു. സംഭവ ദിവസം ആരോപണ വിധേയർ ഉൾപ്പെടെ മഠത്തിന്റെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നോ? കോൾ ഡീറ്റെയിൽസും ഈ പ്രദേശത്തെ ടവർ ലൊക്കേഷനും സൈബർ സെല്ലിന്റെ സഹായത്തോടെ ശേഖരിച്ചു വരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ വഴി രഹസ്യ വിവരങ്ങൾ കൈമാറിയതും പോലീസ് കണ്ടെത്തും. 51 വർഷമായി മഠത്തിൽ കഴിയുന്ന നൈഷ്ഠിക ബ്രഹ്മചാരിയായ സ്വാമി രാമാനന്ദ ഭാരതിയെ തുരത്തി മഠം കൈക്കലാക്കാൻ നടത്തിയ ദീർഘനാൾ ഗൂഢാലോചനയുടെ തെളിവുകൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.